തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ലത്തീൻ അതിരൂപതയുടെ പിന്തുണ ആർക്കായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിലൊരു വ്യക്തത വരുത്തിയാണ് അതിരൂപത സംഘടിപ്പിച്ച രാഷ്ട്രീയ കാര്യസമിതി അവസാനിച്ചത്. ലത്തീൻ വിഭാഗക്കാർക്ക് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുമായി സംവദിക്കാനുള്ള അവസരം അതിരൂപത ഒരുക്കിക്കൊടുത്തു. ശശി തരൂരിനെ പുൽകിയും രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ചുമായിരുന്നു സഭയുടെ സംവാദ പരിപാടി. വിഴിഞ്ഞവും മുതലപ്പൊഴിയും വികസനവും ചർച്ച ചെയ്യാനെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് അടിപതറി. ക്വസ്റ്റ്യൻ ആണ്, മാംഗ്ലൂരിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല. അത് ഇപ്പൊ ഞാൻ അത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്, അത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അവിടെ മാംഗ്ലൂരിൽ എന്ത് നടന്നില്ല. ഞാൻ ഫിഷറീസ് മിനിസ്റ്റർ ആയിരുന്നില്ല, ഞാൻ പോർട്സ് മിനിസ്റ്റർ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റി എന്നെ അങ്ങനെ ടെസ്റ്റ് ചെയ്യല്ലേ. നിങ്ങൾ ജയിച്ചാൽ എന്ത് ചെയ്യും, മന്ത്രിയായാൽ എന്ത് ചെയ്യും? നിലവിൽ മന്ത്രിയായിരിക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാമല്ലോ, അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത്തരം ചോദ്യങ്ങളെല്ലാം BJP സ്ഥാനാർത്ഥിയെ കുഴക്കി. ഈ ക്വസ്റ്റ്യൻ ഞാൻ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ചെയ്തോ? ഇതൊരു ഞാൻ കേട്ടത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഞാനായിരുന്നു ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്. ഇലക്ഷൻ ടൈമിൽ MP-ൻ്റെ അല്ലേ റെഫറൻഡം, ഞാൻ ഇപ്പോൾ കർണാടകയെ റെപ്രസെൻറ്റ് ചെയ്യും. ഇദ്ദേഹം 2009 വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചോ ഇത് ക്വസ്റ്റ്യൻ? എന്തൊരു ക്വസ്റ്റ്യൻ അത്? അല്ല അറിയില്ല. ഞാൻ ആരുടെ ആവശ്യമില്ല. അങ്ങനെ അത് പാടില്ല. മനസ്സിലല്ലേ? ഞാനിവിടെ വന്നിരിക്കുന്നതിന് ഡിബേറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യില്ല. ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു അതിരൂപതയുടെ അവകാശ പത്രിക. സാമൂഹിക നീതിക്കായി എല്ലാ സംസ്ഥാനങ്ങളിലും ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന ആവശ്യവും അവകാശ പത്രികയിലൂടെ സഭ ഉന്നയിച്ചു. സംസ്ഥാന സർക്കാരിന് നേരെ വിമർശനമുണ്ടായിരുന്നെങ്കിലും മറുപടി പറയാൻ പന്നിയൻ രവീന്ദ്രൻ ഉണ്ടായിരുന്നില്ല. അവകാശ പത്രികയിൽ ഉയർത്തി കാണിച്ച പ്രശ്നങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി മറുപടി പറയുകയും ചെയ്തു. വിജയിച്ചാൽ തീരദേശം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളുടെയും സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനം. ഞാൻ ഉറപ്പു തരുന്നു, ഇത് സെൻട്രൽ ഗവൺമെന്റ് കടലാക്രമണത്തിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഫിഷിംഗ് ഹാർബർ ഇൻക്ലൂസീവ് ആ ഒരു മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനൊരു ഉറപ്പ് ഞാൻ ഇന്ന് തരുന്നു. അതാണ് സൊല്യൂഷൻ. കഴിഞ്ഞ 10 കൊല്ലവും കേരളത്തിലെ തീരദേശ മേഖലയെ കേന്ദ്രം പൂർണ്ണമായി അവഗണിച്ചെന്ന് തരൂർ വിമർശിച്ചു. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീരദേശ വകുപ്പ് രൂപീകരിക്കുമെന്നും തരൂർ വാഗ്ദാനം നൽകിയിരുന്നു. MP ആയിരിക്കെ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയും ചെയ്തു. ഓരോരോ സമുദായത്തിൻ്റെ വിഷയങ്ങൾ, ഓരോരോ തർക്കങ്ങൾ, ഓരോരോ സമരത്തിന് കണ്ട് പരിഹാരം കൊണ്ടുവരാൻ, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നിട്ട് അവരെ മനസ്സിലാക്കി പറ്റിയിട്ട് പിന്നെ ഡൽഹിയിൽ പോയി മന്ത്രിയെ കണ്ടിട്ട് അനുവാദം മേടിക്കൽ, ഇതെല്ലാം ഞാൻ 103 അവസരത്തിൽ ചെയ്തിട്ടാണ് അവസാനത്തിൽ റോഡ് പൂർത്തിയായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ BJP സുഹൃത്തുക്കൾ പറയാം ഇത് ഞങ്ങളുടെ കാലത്താണ് വന്നത്, പക്ഷെ ആരംഭം ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്തായത് മാത്രമല്ല എൻ്റെ ശ്രമം കൊണ്ടാണ് ഇത് പൂർത്തിയായത്. സഭ സമീപകാലത്തായി എടുക്കുന്ന പല നിലപാടുകളിലും പിന്തുണ ആർക്കെന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഈസ്റ്ററിന് മുൻപ് രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവെന്നും മതധ്രുവീകരണം രാജ്യത്തെ സൗഹൃദ അന്തരീക്ഷം തകർത്തുവെന്നും വിമർശിച്ച് പള്ളികളിൽ സർക്കുലർ വായിച്ചിരുന്നു. സ്ഥാനാർത്ഥികളുമായി അതിരൂപതയുടെ രാഷ്ട്രീയ കാര്യസമിതി നടത്തിയ പരിപാടിയിൽ നിന്ന് സഭ ഇത്തവണയും കോൺഗ്രസിനൊപ്പമാണെന്ന സൂചനയാണ് നൽകുന്നത്.